ഒറ്റ ചുവടെ വെക്കാനുള്ളെങ്കിലും നീ പിന്മാറരുത്. ആ ചുവട് നീ വെക്കണം. പാസ്റ്റർ, ഞാൻ ജനിച്ചത് വളർന്നത് തമിഴ്നാട്ടിലെ ഒരു ചെറ്റക്കുടിലിൽ. പക്ഷെ ഒരു സങ്കീർത്തന ഭാഗം ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചു. ആ വാക്യം ഇതായിരുന്നു: അവൻ എളിയവനെ കുപ്പയിൽ നിന്നുയർത്തി സമ്പന്നന്മാരോടുകൂടെ ഇരുത്തി. എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്, എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളോട് വചനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ആ വചനം കേട്ട അനേകം ആളുകൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. ഇന്ന് പകലിലും ഇന്ന് രാവിലെയും ആളുകൾ വന്ന് അതിൻ്റെ പ്രയോജനം അവർക്കെങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് പറയുവാനിടയായതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എഫെസ്യ ലേഖനം, ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ അത്രയും മതി. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് പൗലോസ് എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പറയുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ നടക്കേണ്ടതിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. വേദശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ തിയോളജി, ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ന്യൂമാറ്റോളജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പരിശുദ്ധാത്മശാസ്ത്രം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ എന്തൊക്കെ ചെയ്യുന്നു? പരിശുദ്ധാത്മാവിന് എങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നതാണ് പരിശുദ്ധാത്മശാസ്ത്രം എന്ന് പറയുന്നത്. ക്രമീകൃതമായി വേദപുസ്തകം പഠിക്കുന്ന ഏതൊരാളും ഈ ന്യൂമാറ്റോളജി പഠിച്ചേ മതിയാകത്തുള്ളൂ. പഠിക്കണം. ക്രമീകൃതമായി ദൈവശാസ്ത്രം പഠിക്കുന്ന ഒരാൾ അത് പഠിക്കണം. അപ്പോൾ അത് പഠിച്ചു വരുന്ന അവസരത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ന്യൂമാറ്റോളജി വളരെ സ്ട്രോങ് ആണ്. പരിശുദ്ധാത്മശാസ്ത്രം വളരെ ശക്തിയുള്ളതാണ്. എക്ലീഷിയോളജി വളരെ സ്ട്രോങ് ആണ്. സഭാശാസ്ത്രം വളരെയധികം സ്ട്രോങ് ആണ്. അപ്പോൾ എക്ലീഷിയോളജി അല്ലെങ്കിൽ ന്യൂമാറ്റോളജി ഇതൊക്കെ. ഇനി എസ്കറ്റോളജി വളരെ സ്ട്രോങ് ആണ്. അന്ത്യകാല ശാസ്ത്രം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് കൂടെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, ഒരു ലോകത്തിലുള്ള ഒരു മനുഷ്യനേക്കാൾ ഒരു ക്രിസ്തു സഹിതനായ മനുഷ്യനും ഒരു ക്രിസ്തു രഹിതനായ മനുഷ്യനും അവൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. തികച്ചും വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ സംസാര രീതി, അവൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന രീതി, അവൻ സമൂഹത്തിലായിരിക്കുമ്പോൾ അവൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അവൻ സാധുക്കൾ അല്ലെങ്കിൽ അല്പം സാമ്പത്തികമായി വീക്ക്നെസ് ഉള്ളവരോടുള്ള അവൻ്റെ സമീപനം, അവൻ്റെ സോഷ്യോളജിക്കലായിട്ടുള്ള സമീപനം, ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കണമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പൗലോസ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആത്മാവിനെ കുറിച്ചുള്ള അറിവുള്ളവരായിരിക്കണമെന്നല്ല പറയുന്നത്, നോളജ് ഉള്ളവരായിരിക്കണമെന്നല്ല പൗലോസ് പറയുന്നത്. നോളജ് ഒരു വശമാണ്, അറിവ് ഒരു ഭാഗത്തുള്ളതാണ്. പക്ഷെ ആ അറിവ് മാത്രം പോരാ. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ആരും ശാന്തമായിരിക്കരുത്, ദൈവത്തെ അന്യഭാഷയിൽ പറഞ്ഞാരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ശക്തമായി ദൈവത്തെ സ്തുതിക്കണം. ഇതൊക്കെ നമ്മുടെ കൺസെപ്റ്റുകളാണ്. അതിനകത്തിൽ തെറ്റില്ല. എന്നാൽ
അതിനപ്പുറത്ത് പൗലോസ് ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. എനിക്കൊരാളിനെ കുറിച്ചുള്ള അറിവും ആ ആളിനെ ഞാൻ അനുസരിക്കുന്നതും രണ്ടും രണ്ടാണ്. പ്രിയരെ, ഇന്ന് പകലിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നു എന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവ് നമ്മളെ നേർനിലത്തിലെ വഴി നടത്തുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തായി പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ അനുസരിക്കുമെന്നുള്ള ആ സമർപ്പണമാണ് നമ്മളെ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആ സമർപ്പണമാണ് ദൈവശക്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടാകുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തക പ്രകാരം അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ് സാധാരണയായിട്ട് പറയുന്നത് പെന്തിക്കോസുകാരുടെ അധ്യായം എന്നാണ് പറയുന്നത്. അതിനകത്തിലാണ് പറയുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അന്യഭാഷകളിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. ആ നിറഞ്ഞ് എന്നുള്ള പദം നിങ്ങൾക്കറിയാം. മലയാളത്തിൽ നിങ്ങൾ വായിച്ചു നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു എന്ന്. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു ഫിൽഡ് വിത്ത് സ്പിരിറ്റ് ആൻഡ് സ്പീക്കിംഗ് ടങ്സ് എന്ന് നിങ്ങൾ വായിച്ചു. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്? നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഗൗരവമായ അർത്ഥം അതിനകത്തിലുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴമായ അർത്ഥം അതിനുണ്ട്. ഫിൽഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൺട്രോൾഡ് വിത്ത് എന്നാണ്, നിയന്ത്രിതനായി എന്നാണ്. ഒരാൾ കോപം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സമയത്ത് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് കോപമാണ്. ഒരാൾ സന്തോഷം കൊണ്ട് ഫിൽഡ് വിത്ത് ജോയ് എന്ന് പറഞ്ഞാൽ, സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ആളിനെ നിയന്ത്രിക്കുന്നത് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഫിൽഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ബക്കറ്റ് നിറഞ്ഞു എന്നുള്ള ആ അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത്, കൺട്രോൾഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്നാണ്. ദൈവസഭകൾ തീരേണ്ടത്, ദൈവവിശ്വാസികൾ തീരേണ്ടത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവസഭയെ നിയന്ത്രിക്കേണ്ടത് കൺട്രോൾ, മറന്നുപോകരുത്. കൺട്രോൾ ഒരു വ്യക്തിയെ നിയന്ത്രിക്കേണ്ടത് അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവായിരിക്കണം. ഒരു സഭയെ നിയന്ത്രിക്കേണ്ടത് അത് പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ബഹളമുണ്ടാക്കുന്നവൻ മാത്രമല്ലവൻ. നിങ്ങൾ വിചാരിക്കരുത് ഈ കീബോർഡിന്റെ ശബ്ദം കേട്ട്, ഡ്രമ്മിന്റെ ശബ്ദം കേട്ട് ഒന്ന് ഡാൻസ് ചെയ്ത്, ഒന്ന് കരമുയർത്തി, ഒന്ന് കരമടിച്ച് പോകുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് നിങ്ങളാരും ധരിക്കരുത്. എന്നാൽ അതിനകത്തിലൊരു ഇമോഷണൽ എക്സ്പ്രഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്, നമ്മൾ കൈയടിക്കുന്നത്, നമ്മൾ അന്യഭാഷ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾ ചോദിക്കും, എന്തിനാ അന്യഭാഷ പറയുന്നത്? വെറുതെ ഇരുന്നുകൂടായോ? മറുപടി, നിങ്ങൾ ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ഒരുത്തൻ ഗോൾ അടിക്കുവാൻ ചെല്ലുമ്പോൾ ഗോളിൻ്റെ ആ തൂണുകൾക്ക് രണ്ടിൻ്റെ ഇടയ്ക്കൂടെ പന്തുകൾ ഇങ്ങനെ ഉരുട്ടി അടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനാ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് ചാടുന്നത്? നിങ്ങൾക്ക് മര്യാദയ്ക്കിരുന്നാൽ പോരായോ? നിങ്ങൾ ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ, ഒരാൾ പുരുഷന്മാർ ക്രിക്കറ്റ് പ്രേമികളാണ്, ഒരാൾ അടിക്കുമ്പോൾ 6ഓ 8ഓ എനിക്കറിയത്തില്ല, എനിക്ക് അറിയാത്ത ഒരു കാര്യമാണത്. അടിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാനിരിക്കുന്ന ആളുകൾ കൂവി വിളിച്ച് ചാടി എഴുന്നേക്കുന്നത് കണ്ടിട്ടുണ്ട്. മര്യാദക്കിരുന്നാൽ പോരായിരുന്നോ? അപ്പോൾ ഏത് ഇൻവാർഡ് എക്സ്പീരിയൻസിൻ്റെയും, ഞാൻ താത്വികമായിട്ടാണ് പറയുന്നത്, ഏത് ഇൻവാർഡ് എക്സ്പീരിയൻസിനും ഒരു ഔട്ട്വാർഡ് എക്സ്പ്രഷൻ ഉണ്ട്. അകത്ത് വരുന്ന ഏതൊരു കാര്യത്തിനും പുറത്ത്
അകത്ത് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അകത്ത് നിങ്ങളുടെ സന്തോഷം വന്നാൽ അത് പുറത്തു വരും. അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേലായി എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാവരുടെയും കണ്ണ് എൻ്റെ മേലാണ് ഇരിക്കുന്നത്. എന്തിനാ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായി എന്തോ പറയാൻ പോവുക, അത് ശ്രദ്ധിക്കണം, അത് അറിയണം, അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഇൻവാർഡ് എക്സ്പ്രഷനാണ് നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതിന് വളരെ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ അന്യഭാഷ അല്ലെങ്കിൽ അകത്ത സന്തോഷമുണ്ടെങ്കിൽ അവൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മാവിന് വിധേയപ്പെടാത്ത ഒരാളിനെ, ആത്മാവിനെ അംഗീകരിക്കാത്ത ഒരാളിനെ ആത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി ആത്മാവ് നമ്മളെ നിയന്ത്രിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ? നമ്പർ 1, ധൈര്യമുണ്ടാകും. ധൈര്യമുണ്ടാകും. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തൊരു മതി. ഇവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരാണ്. അപ്പൊ നോക്കുക, അവർക്ക് ധൈര്യമുണ്ട്. എപ്പോഴായത്? ഈ ഒരു അത്ഭുതം, ഒരു സൗഖ്യം നടന്ന് അതിൻ്റെ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവരെ പിടിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ പിടിച്ചു കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ അവിടെ അഡ്ജക്റ്റീവ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവർക്ക് പഠിപ്പില്ലായാൽ അൺഎഡ്യൂക്കേറ്റഡ്, ഇവർക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള പ്രാപ്തി ഈ പത്രോസിനുമില്ല, യോഹന്നാനുമില്ല. അതിനുള്ള പ്രാപ്തി അവർക്കില്ല. അപ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ നോക്കുക, ഒരു കാര്യം അവരെ കൊണ്ട് കഴിയാതെ ഇരുന്നപ്പോൾ അവരെ കൊണ്ട് കഴിയുമെന്നുള്ളത് അവരെ കൊണ്ട് ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളെ കൊണ്ട് കഴിയുകയില്ലെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവിന് എനിക്കിത് സാധിക്കും. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളെ അധൈര്യപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിചാരിക്കണം, പരിശുദ്ധാത്മാവിനാൽ എനിക്കത് സാധിക്കും, യേശുവിൻ്റെ നാമത്തിൽ എനിക്കത് സാധിക്കുമെന്ന് നീ വിചാരിച്ചാൽ ആ പരിശുദ്ധാത്മാവ് നിന്നെ അതിനു വേണ്ടി ശക്തീകരിക്കുന്നതാണ്. ആ പരിശുദ്ധാത്മാവ് നിന്നെ അതിനു വേണ്ടി ബലപ്പെടുത്തുന്നതാണ്. കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിനക്ക് കഴിവ് പകർന്നു തരുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ബാങ്ക് ബാലൻസ് അല്ല, നിന്റെ സ്വാധീനമല്ല, നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ കഴിവുകളല്ല, നിന്റെ കുടുംബത്തിന്റെ മഹിമയല്ല. നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് തോന്നുമ്പോൾ നിന്നെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് പരിമിതികളെ മറികടന്ന് അതിനെ ശക്തീകരണം നടന്നത് ദൈവം തമ്പുരായ. സ്തോത്രം. ഞാൻ ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലിയിലെ പാസ്റ്റായിരുന്നപ്പോൾ നമ്മുടെ ബിനു, കവിത അവരൊക്കെ അവിടെ അന്ന് സഭാംഗങ്ങളായിട്ടിരുന്നവരും വളരെ സന്തോഷമുള്ളവരും ഇടപെട്ടവരുമാണ് അന്ന് അവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവിടെ പേര് അഞ്ജന. ഓൺലൈനിലൂടെ ഒക്കെ കേൾക്കട്ടെ. അവളെ പാസ്സായത് ഡിപ്ലോമ ഇൻ നേഴ്സിംഗ്. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ 3 കൊല്ലം ബാംഗ്ലൂരിൽ എവിടെയോ ഒരു കോളേജിൽ പഠിച്ചിട്ട് വന്നതാണ്. ഇവിടെ BSc ഹോണേഴ്സും BScയും പിന്നെ MScയും ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അവിടെ സുൽത്താൻ കാബൂസിൻ്റെ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നു, ഒറ്റ വേക്കൻസി.
ഒറ്റ വേക്കൻസി. ആ കുട്ടി വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അങ്കിളെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അവന് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ 100 പേര് വന്നപ്പോൾ അഞ്ജനയുടെ പേരും വന്നു. 50 പേരിട്ടപ്പോൾ അഞ്ജനയുടെ പേര് വന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം. എന്നിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അങ്കിളെ 50 പേരിൽ ഒരാളായിട്ട് ഞാനുണ്ട്, ബാക്കി 500 പേരും പോയി. ഇവൾക്ക് ആകെയുള്ളത് ദൈവാശ്രയം മാത്രമേ ഉള്ളൂ. ഒറ്റ പിടുത്തം ഇവള് പിടിച്ചാൽ ഇവിടെ വിടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അടുത്ത ഷോർട്ട് ലിസ്റ്റ് ഇട്ടു. 3 പേരുടെ ലിസ്റ്റ് ഇട്ടു. അപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അങ്കിളെ 3 പേരുടെ ലിസ്റ്റിൽ എനിക്കുണ്ട്. അവൾ വിളിച്ച് കരഞ്ഞോണ്ട് പറയാണ്. അടുത്തത് ലിസ്റ്റ് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, അങ്കിളെ എന്നെയാണ് എടുത്തിരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ എന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എന്തിനാണിത് പറഞ്ഞത് ചോദിച്ചാൽ, നിന്റെ കഴിവിനപ്പുറത്ത്, നിന്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത്, നിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അപ്പുറത്ത്, നിന്റെ സാഹചര്യത്തിനപ്പുറത്ത് നിന്നെ കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു പരിശുദ്ധാത്മാവിനെയാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറയാൻ കഴിയുമോ? സ്തോത്രം. അടുത്തത്, അപ്പോൾ ബോൾനെസ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും. ഇവർ രണ്ടുപേരും ഗലീലക്കാരാ. വലിയ വിദ്യാഭ്യാസം ഒന്നും കിട്ടത്തില്ല. യഹൂദന്മാരുടെ വിദ്യാഭ്യാസം സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് സ്കൂളിൽ വിടുമ്പോൾ ആദ്യത്തെ പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പഠിക്കാൻ മിടുക്കന്മാരല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകും. അങ്ങനെ പോയതാ. ഗെറ്റ് ഔട്ടാണ്. എന്നാൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗെറ്റ് ഔട്ട് അടിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിന്നെ പഠിക്കാൻ കൊള്ളത്തില്ല. അങ്ങനല്ല. ഇവിടുത്തെ വലിയ സ്കൂളിലൊക്കെ പഠിച്ച് 98 വന്നില്ലെങ്കിൽ അടിച്ച് വെളി കളയും. നമ്മൾ അടിച്ച് വെളി കളയും. നീറ്റിനകത്തിൽ ആദ്യത്തെ 1000 വന്നില്ലെങ്കിൽ നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ പഠിക്കപ്പോലും കയറ്റത്തില്ല. വേണ്ട, നീ സ്ഥലം വിട്ടു. അങ്ങനെ പോയ 2 പത്രോസും യോഹന്നാനുമാ. അവരെ പറഞ്ഞു നിന്നെ പഠിക്കാൻ കൊള്ളത്തില്ല. ഇവർ രണ്ടുപേരുടെ മീൻ പിടിക്കാൻ വേണ്ടി ഇവരുടെ കുലത്തൊഴിൽ അന്വേഷിച്ച് പോയതാ. പക്ഷേ കർത്താവിന് നിന്നെ വേണം. ഇവിടെ അല്പം ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വിചാരം കർത്താവിന് ഈ മണ്ടന്മാരെ മതിയെന്നാണ്. അത് നമ്മൾ പ്രസംഗിച്ച് തലയിലെല്ലാം അങ്ങ് കയറ്റി വെച്ചേക്കുക. മിടുക്കന്മാരെ ആരെയും വേണ്ട, അതാ നമ്മുടെ ചിന്ത. അങ്ങനല്ല. മിടുക്കന്മാരായ ദൈവാശ്രയമുള്ളവരെ കർത്താവിന് വേണം. അടുത്തതായിട്ട്, നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ പാസ്റ്ററെ, വിക്ടറി ഓവർ ഈവിൾ, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈവിൾ പവർ, ഒരു ശക്തിയുണ്ട്. ആ ഈവിൾ പവർ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ ചിലർ വെറുതെ വന്ന് എന്നെ ചീത്ത വിളിക്കും. നിങ്ങളെ ആരെങ്കിലും അങ്ങനെ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും വിളിച്ചു. ചുമ്മാതെ നടക്കുന്ന ഒരുത്തൻ, റെയിൽവേ സ്റ്റേഷനൊക്കെ അലഞ്ഞു തിരിഞ്ഞതോടെ നടക്കുന്ന ഒരുത്തൻ എൻ്റെ വട്ടം വന്ന് ദൈവത്തിന് സ്തോത്രം, വട്ടം വന്ന് പോരാടുക. എനിക്ക് മനസ്സിലായി ഇവൻ പിശാചാണെന്ന്. ഇങ്ങോട്ട് വിടാതിരിക്കാനുള്ളപ്പോൾ അടുത്തടുത്ത് വന്ന് അതിലും പ്രശ്നം. ഇത് അനുഭവിക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ. ശുശ്രൂഷയിലുള്ളവർക്ക് അതറിയാം. അല്ലാത്തവർക്ക് എന്തുവാ, കാശുമൊക്കെ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് പ്രൈസലോട് ബാങ്കിൽ വന്ന് അത് ക്രെഡിറ്റായി നമ്മളത് കാർഡ് വെച്ച് ഉപയോഗിച്ച് പോകുന്നു. അവർക്ക് എൻ്റെ പാസ്റ്ററെ പിശാചെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചുമ്മാ അത് പാസ്റ്റർമാരുടെ ഒരു പണിയാണെന്ന് പറയും. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പാസ്റ്റർമാർ പിശാചി വീടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ബഹളം ഉണ്ടാക്കത്തില്ലയോ വീട്ടിൽ? ഈ എന്തെങ്കിലും ചില്ലറ കാര്യത്തിനല്ല ഞാൻ പറയുന്നത്, അതിപ്പോൾ എല്ലായിടത്തും കാണും. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കണ്ട, എന്നെ ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾ എന്തുവാ കഴിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണം. വഴക്കുണ്ടാവും, സ്വാഭാവികമാണ്. പോട്ടെ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ ഈവിൾ പവർ നമുക്കെതിരെയുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയ്ക്കെതിരെ ഒരു ഈവിൾ പവറുണ്ട്. നമ്മുടെ തലമുറകൾക്കെതിരെ ഒരു ഈവിൾ പവറുണ്ട്. നമ്മുടെ സുവിശേഷ വേലയ്ക്കെതിരെ ഒരു ഈവിൾ പവറുണ്ട്. ആ ഈവിൾ പവറിനെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിരിക്കണം. 1 അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു. മതി എലിമാസ് എന്ന വിദ്വാൻ ഇതാകുന്നു. അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്തു നിന്നു, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ശ്രദ്ധിക്കണേ, ഇവിടെ ദൈവവചനം കേൾക്കണമെന്ന ആഗ്രഹമുള്ള ഒരുത്തനുണ്ട് അവിടെ. ദേശാധിപതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണർ എന്ന് നമുക്കങ്ങ് പറയാം. അവന് വേദപ്രസംഗം ഒന്ന് കേൾക്കണം. അപ്പോൾ അവിടെ ഒരു വിദ്വാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അത് ഹിന്ദി വിദ്വാനോ മലയാള വിദ്വാനോ ഒന്നുമല്ല, ഹിന്ദി വിദ്വാനും അല്ല, പിന്നെ മലയാളം വിദ്വാനുമല്ല. മലയാളത്തിൽ വിദ്വാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനൊരു മന്ത്രവാദിയായിരുന്നു, മന്ത്രവാദി. അപ്പോ ഈ വചനം പ്രസംഗിച്ചിരുന്നത് ആർക്കിഷ്ടമല്ല? മന്ത്രവാദികൾക്കിഷ്ടമല്ല, പിശാചുക്കൾക്കിഷ്ടമല്ല, പിശാച് നിയന്ത്രിക്കുന്നവർക്കിഷ്ടമല്ല, പിശാച് അകത്ത് വസിക്കുന്നവർക്കിഷ്ടമല്ല. എന്ത്? വചനം പ്രസംഗിക്കുന്നത്. നിങ്ങളിപ്പോൾ എത്ര ശ്രദ്ധയോടെ അവിടെ ഇരിക്കുന്നത്? പിശാച് എങ്ങനെയാണെന്നറിയാമോ? ഈ ചില ആളുകൾ യോഗത്തിന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഉടൻ മതി പാസ്റ്റർ എന്ന് പറയും. മതി പാസ്റ്ററെ. സ്പെഷ്യൽ പിശാച. പ്രായമുള്ളവരോ മരുന്നെടുക്കുന്നവരോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില പുള്ളികൾക്ക് ഈ പ്രസംഗമെന്ന് പറയുമ്പോഴേ ഒരു അലർജിയാ. സ്പെഷ്യൽ പിശാച എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് കയറാതെ ഇരിക്കാൻ ഇവനെ തടയുകയാണ്, ഇവനെ തടഞ്ഞു നിർത്തിയിരിക്കുക. ഇതകത്തോട്ട് കയറിയാൽ പ്രയോജനപ്പെടുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് ഇവനെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കുക, അവിടെ തന്നെ വചനത്തെ തടഞ്ഞിരുത്തുക. അതുകൊണ്ടാണ് പാസ്റ്റർമാർ നിർബന്ധിച്ച് ഇത് എങ്ങനെങ്കിലും തലി കയറ്റുന്നത്. എന്താണെന്നറിയാം? ഒരു ഉദാഹരണം ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിള്ളേർക്ക് പനി വരും, 6 മാസമായ 8 മാസമായ 1 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കല്ലേ. അപ്പോൾ പിള്ളേർക്ക് പനി വരുമ്പോൾ ആദ്യം മരുന്ന് കൊടുക്കുന്നത് അമ്മമാരായിരിക്കും. മരുന്ന് കൊടുക്കുന്നത് ഓറൽ മരുന്ന് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർ തുപ്പിക്കളയും, ഒരു രക്ഷയില്ല. അവസാനം സഹായത്തിനായിട്ട് അപ്പനെ വിളിക്കും. അപ്പനെ വിളിച്ചിട്ട് അപ്പന് വലിയ ദയൊന്നുമില്ല, പുള്ളി കവിളിനൊരു പിടി അങ്ങ് പിടിക്കും. പിടിച്ചിട്ട് ഭാര്യ എന്തു ചെയ്യും? ഇത് അണ്ണാക്കിനകത്തോട്ട് അങ്ങ് ഒഴിക്കും. ഏതായാലും അന്നേരം ഇച്ചിരി കരഞ്ഞെങ്കിലും 2-3 പ്രാവശ്യം ഒഴിച്ചു കഴിയുന്ന ഉടനെ ചുമന്നിരുന്ന കൊച്ചു പതുക്കെ നാച്ചുറൽ കളറായിട്ട് പനിയൊക്കെ മാറി ടെമ്പറേച്ചറൊക്കെ മാറി ഇങ്ങനെ വരുന്നത് കാണാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? വചനം അകത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാകൂ. വചനത്തെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ എലിമാസ് ആ വിദ്വാൻ ഇവനെ തടഞ്ഞു നിർത്തിയപ്പോൾ പൗലോസ് അധികമൊന്നും വർത്തമാനം പറയാൻ പോയില്ല. ഇങ്ങനെ നിന്റെ പേരെവിടുന്ന, നീ എവിടെ നിന്ന് വന്നതാ, നീ നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്നതാണോ, നീ മർത്തസ് മുനിയാണോ എന്നൊന്നും പൗലോസ് ചോദിച്ചില്ല. പൗലോസ് അവിടോട്ട് മാറി അങ്ങോട്ട് നിന്നു. ഒരൊറ്റ നോട്ടം നോക്കി ഇവനെ. ഒരൊറ്റ നോട്ടം നോക്കിയതുമല്ല, ഇവൻ കറങ്ങി അടിച്ച് താഴെ പോയി. അന്ധകാര ശക്തി നിനക്കെതിരെ എതിർത്ത് നിൽക്കുമ്പോൾ, അന്ധകാര ശക്തി നിനക്കെതിരെ അലറുമ്പോൾ, അന്ധകാര ശക്തി നിനക്കെതിരെ പലതും ചെയ്യുമ്പോൾ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതനായി ആ പ്രശ്നത്തിന്റെ മേൽ നീ വിരൽ ചൂണ്ടിയാൽ യേശുവിന്റെ നാമത്തിൽ ആ പ്രശ്നം അവിടെ നിൽക്കും. ആമേൻ. ആ പ്രശ്നം അവിടെ ഇല്ലാതെയാകും, ആ പ്രശ്നം പോകും, ആ പ്രശ്നം എന്നേക്കുമായി വഴിപറഞ്ഞു പോകുവാൻ ഇടയായി തീരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളിന് ദൈവത്തിന് സ്തോത്രം, അവൻ അന്ധകാര ശക്തികളുടെ മേൽ അവന് വിജയമുണ്ടാകുവാൻ ഇടയായി തീരും. അന്ധകാര ശക്തികളുടെ മേൽ അവന് വിജയം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ രീതിശാസ്ത്രം. PhD എഴുതുന്ന ഒരാൾ അയാൾ മെത്തഡോളജി എഴുതണം. മെത്തഡോളജി എങ്ങനെയാണ് നിങ്ങളിത് ഗവേഷണം ചെയ്യുന്നത് എന്ന് അതിനാ മെത്തഡോളജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നതായ ആ രീതി വ്യത്യാസമായിരിക്കും. പറഞ്ഞു തരാം.
ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ദാവീദിന്റെ ഉദാഹരണമാണ്. വേറെ ഒരാള് ഗോല്യാത്ത് എന്ന് പറയുന്ന ഒരാള്, രണ്ടുപേര്, രണ്ട് രീതി ശാസ്ത്രം. ഗോല്യാത്തിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ആയുധങ്ങളുണ്ട്, സെൽഫ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് സൈന്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രം അതാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ എതിരിടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചു വെക്കുക എന്നുള്ളത് അദ്ദേഹം വിചാരിക്കുന്നത്. ദാവീദിന് എന്തുണ്ട്? അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കോട്ടിട്ട് സൂട്ടിട്ട് തലയിലെ തലപ്പാവൊക്കെ വെച്ച് കൊടുത്ത വാളുമൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ദാവീദ് പറഞ്ഞ വാക്ക് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത്, എനിക്കിത് പരിചയമില്ല, എനിക്കിത് പരിചയമില്ല. ഈ കോട്ടിട്ട് ഇവനെ വിരട്ടുന്ന പരിചയം എനിക്കില്ല. ഇവൻ ഈ വാളെടുത്ത് വെട്ടി ഇവനെ കൊല്ലുന്ന പരിചയം എനിക്കില്ല. ഇവനെ ഇല്ലാതാക്കുന്ന ആ പരിചയം എനിക്കില്ല. പക്ഷെ എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ കാട്ടിനകത്ത് ആടിനെ തീറ്റിക്കൊണ്ട് നടന്നപ്പോൾ ഒരു കരടിയനെ എനിക്കെതിരെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഞാൻ കൈകൊണ്ട് പിടിച്ചടിച്ച് കൊന്നുകളഞ്ഞു. ഒരു സിംഹം എനിക്കെതിരെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഞാൻ അടിച്ച് കൊന്നുകളഞ്ഞു. എനിക്കൊരു അനുഭവമുണ്ട്. ആ അനുഭവം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് 1 ശമൂവേൽ 16 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുവന്റെ രീതിശാസ്ത്രം ലോകത്തിന്റെ മെത്തഡോളജി അല്ല. ആ ദൈവത്തിന്റെ മെത്തഡോളജി ഡിഫറന്റ് ആയിട്ടുള്ള മെത്തഡോളജിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, യേശുവിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു മെത്തഡോളജിയാണ്. ഇനി പിശാച് നിനക്ക് എതിരെ വരുമ്പോൾ നിനക്കെതിരെ 3 ആയുധങ്ങൾ ഉപയോഗിക്കും. നമ്പർ 1, നിന്ദിക്കുക. ഓർത്തുകൊള്ളണം, നിന്ദിക്കുക പിശാചിന്റെ ഒന്നാമത്തെ ആയുധമാണ്. നിങ്ങൾ ആരെയെങ്കിലും നിന്ദിക്കുന്നെങ്കിൽ, ദരിദ്രനെയോ അല്ലെങ്കിൽ സമ്പന്നനെയോ വിദ്യാവിഹീനനെയോ ആരെയെങ്കിലും നിന്ദിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് പിശാചിന്റെ ആത്മാവാണ്. നിന്ന എന്ന് പറയുന്നത് പിശാചിന്റെ ഒന്നാമത്തെ ആയുധമാണ്. രണ്ടാമത്തെ ആയുധം പരിഹാസത്തിന്റെ ആയുധമാണ്. മൂന്നാമത്തെ ആയുധം നിരുത്സാഹപ്പെടുത്തുന്ന ആയുധം. നിന്ന, പരിഹാസം, നിരുത്സാഹം, ഇവ 3ഉം നിനക്കെതിരെ വരുമ്പോൾ നമുക്കൊരു പ്രഖ്യാപനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമുക്കൊരു പ്രഖ്യാപനമുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലാൻ പോകുകയാണ്. നിന്നാൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കുവാൻ പോകുകയാണ്. നിന്നാൽ എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ചാടിക്കടക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിൽ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന ഏത് കാര്യവും യേശുവിന്റെ നാമത്തിൽ ദൈവത്തിലുള്ള ആത്മാവിന് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും? എത്ര പേർക്ക് സ്തോത്രം? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ആമേൻ, പ്രൈസ് ജീസസ്. നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതൊക്കെ വരുമ്പോഴും അവൻ സ്തോത്രം അനങ്ങത്തില്ല. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിലുള്ള സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മളിലുള്ള സാഹചര്യങ്ങൾ, 3 സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ സാഹചര്യം പാസ്റ്റ് സർക്കംസ്റ്റാൻസസ്, കഴിഞ്ഞുപോയ കാലം. രണ്ടാമത്തത് പ്രസന്റ് സർക്കംസ്റ്റാൻസസ്, ഇപ്പോഴത്തെ സാഹചര്യം. മൂന്നാമത്തെ സാഹചര്യം ഭാവിയിലോട്ട് നോക്കി ഉള്ള സാഹചര്യം. ഒന്നാമത്തെ സാഹചര്യത്തിൽ വരുമ്പോൾ, പാസ്റ്റ് സർക്കംസ്റ്റാൻസ്, കഴിഞ്ഞ കാലത്തെ സാഹചര്യം എന്ന് വരുമ്പോൾ അത് നമ്മളെ പിടിച്ച് ഒതുക്കിയിരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയ സാഹചര്യങ്ങൾ, പാസ്റ്റ് സാഹചര്യങ്ങൾ എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ച് നമ്മളെ തടഞ്ഞു നിർത്തും. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് കൊച്ചുനാളിന് പ്രസംഗിക്കാനും
എഴുതാനും പ്രഭാഷണങ്ങളൊക്കെ നടത്താനും ഒക്കെ വലിയ ആവേശമുള്ള ഒരാളായിരുന്നു ഞാൻ അന്ന് വിചാരിച്ചു, ഞാനൊരു സഭാ പാസ്റ്ററുടെ നേതാവിൻ്റെ മോനായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ അംഗീകരിച്ചേനെ. എൻ്റെ ഒരു ചിന്തയായിരുന്നു. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ 14 വയസ്സുള്ളപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ സഭയുടെ പ്രസിഡൻറ്റിൻ്റെ, ഓവർസിയറുടെ അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെ മോനായിരുന്നെങ്കിൽ എല്ലാവരും എന്നെ എന്ത് ചെയ്തേനെ, വിളിച്ചേനെ. ഞാൻ എൻ്റെ അനുഭവം പറയുക. ഞാൻ ഒതുങ്ങിക്കൂടി പുറയിലൊക്കെ പോയി നിൽക്കുമ്പോൾ എന്നെ ആരും അത്ര മൈൻഡ് ചെയ്യാറില്ല. കാരണം ഞാനൊരു സാധാരണ വീട്ടിൽ ജനിച്ചതാ. അന്നൊക്കെ അത് എന്നെ വല്ലാതെ വേദനപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ തന്നെ ആകപ്പാടെ ഒരു അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടായി. ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം വെറും താൽക്കാലിക. ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ വിചാരിച്ച നേതാക്കന്മാരുടെ മക്കളാരും ഇന്നും എന്നെ പോലെ പ്രസംഗിക്കുന്നില്ല. ഞാൻ വിചാരിച്ച നേതാക്കന്മാരാരും ഇന്നും വിശ്വാസികളായിട്ടൊക്കെ ഉണ്ട് ക്രിസ്തീയ ഫീൽഡിൽ. എന്നെക്കുറിച്ച് എൻ്റെ പോലെ ഇല്ല. ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾ നമ്മളെ പിടിച്ചമർത്തി വെക്കുമ്പോൾ അതെ, നമ്മൾ ഗിദെയോൻ ചോദിച്ചതുപോലെ നൽകും. പഴയ കാലത്തെ ഉണർവിപ്പഴില്ല, പഴയ കാലത്തെ അത്ഭുതമില്ല, പഴയ കാലത്തെ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഗിദെയോനെ യഹോവയായ ദൈവം ഒരു വിളിച്ചത് പരാക്രമശാലി എന്നാ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ നീ ഭൂതകാലത്തിൽ എന്തായിരുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, നീ എന്താകുമെന്നാ ദൈവം നോക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ എന്താകുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, നീ എന്താകുമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് പകൽക്കാലം ചില കാൽവയ്പ്പുകൾ, ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാൾ ഒരു മുന്നേറ്റത്തിലുള്ള കാൽവയ്പ്പുകൾ, കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാൾ കുറച്ചുകൂടെ മുന്നേറുവാനുള്ള കാൽവയ്പ്പുകൾ, കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാൾ കുറച്ചുകൂടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള കാൽവയ്പ്പുകൾ നടത്തിയ യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അവൻ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തുള്ളവനാണ്, അവൻ സാഹചര്യങ്ങൾക്ക് അതീതനാണ്, അവൻ ബുദ്ധിക്ക് അതീതനാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങളെ നോക്കിയിരിക്കരുത് കേട്ടോ. പൂനായിലെ ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ചർച്ചിൽ പോകുമായിരുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സഭ. അവിടെ ഒരു സഹോദരന്മാരുമായിരുന്നു. എംടെക് കഴിഞ്ഞ്, IITയിൽ നിന്ന് എംടെക് കഴിഞ്ഞ് കിർലോസ്കർ കമ്പനിയുടെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വന്ന ഒരു സഹോദരൻ. അദ്ദേഹം ആ സഭയിൽ വന്ന് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ എല്ലാം വേക്കൻസി, നോ വേക്കൻസി, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം ഫില്ലാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു സ്കൂളിലാണ് ആരാധന. ഇതുപോലെ ഭംഗിയുള്ള ഹോളല്ല, ഒരു സാധാരണ ഒരു സ്കൂളിലാണ്. പൊടി പടലങ്ങൾ പിടിച്ചു കിടക്കുന്ന ബെഞ്ചുകളാണ് അവിടെ ഉള്ളത്. അദ്ദേഹം ഒരു 2 ലിറ്റർ ബോട്ടിലിൻ്റെ ആ ബോട്ടിൽ നിറച്ച് 2 ബോട്ടിൽ വെള്ളം കൊണ്ടുവരും. 2 പഴം തുണി അദ്ദേഹത്തിൻ്റെ ആ ബാഗിനകത്തിൽ ഇട്ടുകൊണ്ട് വരും. വെള്ളം ഈ തുണിയിലേക്ക് ഒഴിച്ച് അത് മുഴുവൻ അദ്ദേഹം ക്ലീൻ ചെയ്യും. വരുന്നവരെല്ലാവരും വന്ന് അതിലിരിക്കും, സന്തോഷമായിട്ടിരിക്കും. ഇത് IIT എംടെക് കഴിഞ്ഞ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു ചർച്ചിന് വേണ്ടിയായി ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, സ്റ്റീഫ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാസ്റ്റർ, ഞാൻ ജനിച്ചത് വളർന്നത് തമിഴ്നാട്ടിലെ ഒരു ചെറ്റക്കുടിലിൽ. പക്ഷെ ഒരു സങ്കീർത്തന ഭാഗം ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചു. ആ വാക്യം ഇതായിരുന്നു: അവൻ എളിയവനെ കുപ്പയിൽ നിന്നുയർത്തി സമ്പന്നന്മാരോടുകൂടെ ഇരുത്തി. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ആ വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് പകർന്നു പാസ്റ്ററേ. എല്ലാ ദിവസവും 3-4 പ്രാവശ്യം ഞാൻ ആ വാക്യം എടുത്ത് നോക്കും. ആ വാക്യം എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 12ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഈ വാക്യം വായിച്ചു. എവിടെ നിന്ന് എങ്ങനെ പഠിക്കാൻ മുന്നോട്ട് പഠിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ സ്പോൺസർ ചെയ്തു.
ഞാൻ ബിടെക് ഏറ്റവും മിടുക്കനായി പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന് സ്പോൺസർഷിപ്പോടുകൂടി പഠിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പറയാണ്, എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി സമ്പന്നന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും ഇത് അത്ര റെലവൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചിലർക്കായിരിക്കാം. കാരണം സാധാരണ ഒരു നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല ജോലിയിൽ വന്നവർക്ക് ഞാൻ ഈ പറയുന്നത് അത്ര റെലവൻ്റ് അല്ല, അതെനിക്കറിയാം. എന്നാൽ ചിലർക്കെങ്കിലും ഇത് റെലവൻ്റാ. അദ്ദേഹം അതുകൊണ്ട് നിർത്തിയില്ല. എളിയവൻ അത് കുപ്പയിൽ നിന്ന് ഉയർത്തി ആരുടെ കൂടെ ഇരുത്തിന്നാ? പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി. അദ്ദേഹം വിട്ടില്ല, വീണ്ടും വായിച്ചു. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ UK അവിടുത്തെ എൻജിനീയറിങ്ങിന് ചെയ്യാനെ കൊണ്ടുള്ള ഒരു ഇത് കിട്ടി, PhDക്ക് ചെയ്യാൻ ഫുൾ സ്കോളർഷിപ്പോട് കൂടി അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം PhD എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ചറ്റക്കുടലിൽ ജനിച്ച സ്റ്റീഫൻ എന്ന് പറയുന്ന ആ തമിഴ്നാട്ടുകാരനോട് ജയിച്ചു, നിനക്ക് തിരികെ ഈ രാജ്യത്ത് നിൽക്കാമോ? ഇവിടെ പഠിപ്പിക്കാൻ ആള് വേണം. ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ ആളുകളെല്ലാം കൂടി ഇരിക്കുകയാണ്. ഇവൻ എങ്ങനെ കാപ്പി കുടിക്കണം, എങ്ങനെ ഫോർക്ക് എടുക്കണം, എങ്ങനെ നൈഫ് എടുക്കണമെന്നൊന്നും പുള്ളിക്കറിയത്തില്ല. പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുക. പുള്ളി പറഞ്ഞു, യെസ്, ഞാൻ നിന്നുകൊള്ളാം. ഇന്ന് സ്റ്റീഫൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ മനുഷ്യൻ യൂണിവേഴ്സിറ്റി UK ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുക. ഒരു കറുത്ത വർഗക്കാരൻ, ഒരു കറുത്ത ഇന്ത്യക്കാരൻ, വെളുത്ത നിറമില്ലാത്ത ഒരുത്തൻ വെള്ളക്കാരുടെ പ്രൊഫസറായി അവിടെ ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽക്കാലം ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ, നിന്റെ തലമുറയെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ, നിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിന്നെ കൊണ്ടുപോകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ സാഹചര്യങ്ങൾ അതിനുള്ള തടസ്സമല്ല. നിന്നെ ജനിച്ച കുടുംബം അതിനൊരു തടസ്സമല്ല. നിന്റെ വിദ്യാഭ്യാസം അതിനൊരു തടസ്സമല്ല. നിന്റെ നിറം അതിനൊരു തടസ്സമല്ല. ഹല്ലേലൂയ. നിന്റെ നിറം അതിനൊരു തടസ്സമല്ല. നിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിനൊരു തടസ്സമല്ല. യേശുവിൻ്റെ നാമത്തിൽ ഒന്നും അതിനൊരു തടസ്സമല്ല. നിന്നെ പ്രഭുക്കന്മാരോട് കൂടെ നിരുത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലവും ഈ ഹോളിനകത്തിലുണ്ട്. ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തോട് സ്പഷ്ടമായി സംസാരിക്കുന്ന നിമിഷങ്ങളാണിത്. ഞാൻ പറയട്ടെ, സാഹചര്യങ്ങളെ നിങ്ങൾ എന്താണെന്നല്ല ദൈവം തമ്പുരാൻ നോക്കുന്നത്, നിങ്ങൾ എന്താകുമെന്നാ ദൈവം തമ്പുരാൻ നോക്കുന്നത്. നീ ഇപ്പോഴെന്താണെന്ന് വിചാരിക്കരുത്, നീ എന്താകുമെന്ന് വിചാരിക്കണം. നിനക്ക് പലതിലും ശക്തിയില്ലെന്നൊരു പക്ഷേ തോന്നാം, എന്നെ കൊണ്ടിത് കഴിയത്തില്ലെന്ന് നമുക്ക് തോന്നിവെന്ന. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം, ദൈവാത്മാവുള്ളവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എനിക്ക് കണ്ണ് കാണാത്ത അവസ്ഥയുണ്ട്, പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ട്, കള്ളന്മാരാലുള്ള ആപത്തുണ്ട്, സഹോദരന്മാരാലുള്ള ആപത്തുണ്ട്, ഒരുപാട് ആപത്തുകൾ എനിക്കുണ്ട്. എനിക്കെന്നാൽ എൻ്റെ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ഞാൻ ആശ്രയിക്കത്തില്ല, റോമ പൗരത്വത്തിൽ ഞാൻ ആശ്രയിക്കത്തില്ല. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുക, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ മുന്നോട്ട് തള്ളിവിടുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട് ഈ സഭാ ഹാളിനുള്ളിൽ. ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലവും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇനി 5 മിനിറ്റോടുണ്ട്, നിർത്താൻ പോവാം. നിങ്ങളെല്ലാവരും ഇരിക്കുമെന്ന് എനിക്കറിയാം, എല്ലാവരും ചൂടായി വന്നതേ ഉള്ളെന്നും എനിക്കറിയാം. എല്ലാത്തിനും വളരെ നന്ദി. പക്ഷേ സ്തോത്രം, മെസ്സേജ് അങ്ങോട്ട് പറഞ്ഞു വരും. തുടങ്ങിയ ഇന്ന് 4 മണി വരെ ഇവിടെ ഇരിക്കും, നിങ്ങളെ വിഷമിപ്പിക്കരുതല്ലോ. സ്തോത്രം. സാഹചര്യങ്ങൾ, മുന്നിലുള്ള സാഹചര്യം. അപ്പോൾ ഇപ്പോഴുള്ള പഴയ സാഹചര്യം നമ്മളെ പിടിച്ചു നിർത്തുക, നിനക്ക് പോകാനൊക്കത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വയ്ക്കാനൊക്കത്തില്ല, ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാനൊക്കത്തില്ല. ഞാൻ സുവിശേഷ വേലയിലായിരുന്നപ്പോൾ, കല്യാണം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ ഹണിമൂണിന് കൊടൈക്കനാലും ഊട്ടിയിലും ഒക്കെ ആയിരിക്കും വിട്ടത്.
വിടെ കുഴപ്പമില്ല. പക്ഷേ ഞാനും എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ഭാര്യയെ 300 രൂപയുടെ ഒരു ലോഡ്ജിനകത്തിൽ പൂട്ടിയിട്ടിട്ട് ഒരു സഞ്ചിയും തൂക്കി അതിനകത്തിൽ 3-4 ഓറഞ്ചും വാങ്ങിയിട്ട് പാലക്കാടും വടക്കഞ്ചേരിയും ദൈവത്തിന് സ്തോത്രം കണ്ണൂരും കാസർഗോഡും ഷൊർണൂരും ദൈവത്തിന് സ്തോത്രം വടക്കൻ മലബാറിലൂടെ നടക്കുമ്പോൾ തിരികെ മടങ്ങിയെത്തുമ്പോൾ പലപ്പോഴും ഒരു പൊതി വാങ്ങിച്ചു വെച്ച് അതിനകത്തിലൂടെ ഉറുമ്പ് ചാടിപ്പോകുന്ന ഒരു പൊതി ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ട് സുവിശേഷ വേല ചെയ്ത ആളാണ്. ദാരിദ്ര്യം പറയാൻ പറഞ്ഞതല്ല, അനുഭവങ്ങൾ പറഞ്ഞതാ. പക്ഷെ അന്നും പരിഭവപ്പെട്ടില്ല. ഞങ്ങളുടെ മുൻപിലുള്ള സാഹചര്യങ്ങൾ. അന്നും ഞങ്ങൾ പാടിയ ഒരു പാട്ടുണ്ട്, മുന്നിലൊരു ചുവടുവയ്പ മാത്രമിട കാണുന്നു ഞാൻ, മുന്നിലൊരു ചുവടുവയ്പ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം, എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്, എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന് പൂർണ്ണ സമാധാനമോടെ നാൾ മുഴുവൻ പ്രാർത്ഥിടും ഞാൻ. ഇതായിരുന്നു പാട്ട്. ആ ഭാവി മുന്നിലൊരു ചുവട് വെപ്പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചേക്കണം. മുന്നിൽ ഒറ്റ ചുവടെ വെക്കാനുള്ളെങ്കിലും നീ പിന്മാറരുത്. ആ ചുവട് നീ വെക്കണം. 300 രൂപയും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് 2 മക്കളും എൻ്റെ ഭാര്യയുമായിട്ട് സെമിനാരിയിലേക്ക് പോയവനാ ഞാൻ. നിങ്ങൾ ജോർജ് മുള്ളറിൻ്റെ കഥ പറയും, എനിക്ക് എൻ്റെ കഥ പറയാനുണ്ട്. 300 രൂപ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം സെമിനാരിയിൽ പഠിക്കാൻ. ഓക്സിജൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കാശ് കൊടുക്കണം. അതേ സെമിനാരിയിൽ നിന്ന് 8 വർഷം പഠിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ 45,000 രൂപ എനിക്ക് കൊണ്ടുതന്ന ആളുകൾ. ദൈവമാരുടെയും കടക്കാരനല്ല. ഞാൻ കൊടുത്തില്ലെങ്കിൽ സുവിശേഷ വേല നഷ്ടപ്പെട്ടുവെന്നു ആരും വിചാരിക്കണ്ട. ദൈവത്തിന് സ്തോത്രം വിചാരിക്കണ്ട. സുവിശേഷ വേലക്കാരൻ ഒരു പട്ടാളക്കാരനാ. അവൻ മുൻപോട്ട് മാത്രമേ വീഴത്തുള്ളൂ, അവൻ പുറകോട്ട് വീഴുന്നവനല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വീഴണം, പുറത്തോട്ട് വീഴരുത്. ആമേൻ പറയാമോ? ആമേൻ, സ്തോത്രം. എനിക്ക് ഒരുപാട് പ്രസംഗം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ബ്രേക്ക് ഇടുക, ബുദ്ധിമുട്ടുക ഇത് നിർത്താൻ. മുൻപിലുള്ള ആ സാഹചര്യം, പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ്, അത് നമ്മളെ മുൻപോട്ട് പോകാൻ അനുവദിക്കത്തില്ല, ചിന്തിക്കാൻ അനുവദിക്കത്തില്ല. നമ്മളെ നിരാശപ്പെടുത്തും, നമ്മളെ വേദനപ്പെടുത്തും, നമ്മളെ സങ്കടപ്പെടുത്തും, നമ്മളെ വല്ലാതെയാക്കും. അതിനെ അതിജീവിക്കണം. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പറയാം. അത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എനിക്കിത്ര മാത്രമേ വരാൻ കഴിയത്തുള്ളൂ, എനിക്കിത്രേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭ, ഒരു പാസ്റ്റർ, അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ 2 മക്കൾ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പ്രിയരെ, നമ്മളൊരു വരവരയ്ക്കും, ഒരു വരവരച്ചിട്ടിരിക്കുക. വരവരച്ച് നമ്മൾ അതിൻ്റെ പുറയിൽ നിൽക്കുന്ന ഉടനെ നമ്മളോട് ആരോ പറയുന്നു, നിനക്ക് ഇത്ര മാത്രമേ വരാൻ ഒക്കത്തുള്ളൂ, നീ അതിന് മുൻപോട്ട് പോരരുത്. നീ അതിന് മുമ്പോട്ട് പോരരുത്. കാരണം എന്താ? നിന്നെ കൊണ്ട് ഒക്കത്തില്ല,
നിനക്ക് ആരോഗ്യമില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ സ്മാർട്ടല്ല, നീ ഒരുപാട് കാര്യങ്ങളുള്ളൂ, നീ അതിൻ്റെ പുറകിൽ നിൽക്കുക. അപ്പം നമ്മളും സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളിങ്ങനെ പുറകിൽ നിൽക്കുക. അങ്ങനെ ആ പുറകിൽ നിർത്തുന്നത് പിശാചിൻ്റെ പരിപാടിയാണ്. എവിടൊക്കെ പുറകിൽ നിർത്തിയിട്ടുണ്ട്, എവിടൊക്കെ പുറകിൽ നിന്നിട്ടുണ്ട്. ആ പുറകിൽ നിൽക്കുന്നത് പിശാചിൻ്റെ പരിപാടിയാണ്. ആ പിശാച് നീ പുറകിൽ നിന്നാ മതി എന്ന് നമ്മളോട് പറയുമ്പോൾ ആ വരയ്ക്കപ്പുറത്തേക്ക് നമ്മൾ പോകണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. അതിനപ്പുറത്തേക്ക് എങ്ങനെയാ പോകാൻ കഴിയുന്നത്? ആ വരയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ഓക്കെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ഇനിയും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളയാളെ അവരെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അതെന്തുവാ പാസ്റ്ററെ? ഇവിടെ ഗസറ്റഡ് ഓഫീസറായിട്ടൊക്കെ ഇരുന്നവർ കാണും. സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ അറ്റസ്റ്റ് ചെയ്യുമ്പം പല അറ്റസ്റ്റ് ഉണ്ട്. ഒന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് അറ്റസ്റ്റേഷൻ. അത് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇത് ശരിയാണോ എന്ന് നോക്കി അദ്ദേഹം വരച്ചു തരിക. അതാണ് ഗസറ്റഡ്. ഇനി സെൽഫ് അറ്റസ്റ്റേഷൻ ഉണ്ട്. അതെന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ, നമ്മുടെ വയസ്സെത്ര, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എത്ര എന്ന് ചോദിച്ച് ഇത് എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആൻഡ് കറക്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയുടെ സെൽഫ് അറ്റസ്റ്റഡ് എന്നെഴുതി ഒപ്പിടണം. അങ്ങനെയുള്ള സെൽഫ് അറ്റസ്റ്റേഷൻ. അപ്പം ഈ ആത്മാവ് ഉള്ളവരെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. എല്ലാവരും നോക്കുന്നു ഈ സംഭവം എന്തുവാണെന്ന്. ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലല്ലേ? അറ്റസ്റ്റ് കേട്ടിട്ടുണ്ട്, സെൽഫ് അറ്റസ്റ്റ് എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വാക്യം വായിക്കാം, നിങ്ങളൊന്ന് വായിച്ചേ. ആ വാക്യം ഒന്ന് വായിച്ചേ. അതുകൂടെ വായിച്ചില്ലെങ്കിലേ അത് പൂർണ്ണമാകത്തില്ല. അത് വായിക്കുന്നത് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞങ്ങൾ ദൈവവചനത്തിൽ ശ്രദ്ധിക്കണേ, ഞങ്ങള് ഇൻഡിവിജ്വലി പറയുമ്പോൾ ഞാൻ എന്ന് പറയണം. ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്നത് പൗലോസും ടീമും. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. ഞങ്ങളെ മറ്റുള്ള പലരെയും പോലെ അല്ലെന്നാ പറയുന്നേ. ആരാ പറയുന്നേ? പൗലോസ്. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല. ഈ വചനം കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അല്ല. അങ്ങനെ പറയണം. ഞങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവരെ പോലെ അല്ല. ആമേനില്ലല്ലോ. ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരെ പോലെ അല്ല, പിന്നെ നിർമ്മലതയോടും ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇതിനകത്തിൽ കുറുക്കുബുദ്ധികളൊന്നുമില്ല. നിർമ്മലതയോടാ പറയുന്നത്. പാലിനകത്ത് വെള്ളം ചേർക്കുന്നതാണോ നല്ലത്, വെള്ളത്തിനകത്ത് പാല് ചേർക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? എനിവേ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ പാലിലൊന്നും വെള്ളം ചേർക്കത്തില്ല, വെള്ളത്തിൽ എന്ത് ചെയ്യുക? ഒരു അരക്കുപ്പി പാലെടുത്തു, അരക്കുപ്പി വെള്ളം ഒഴിച്ചു, തിരിച്ച് ചെയ്തു. അരക്കുപ്പി വെള്ളം എടുത്തു, അതിനകത്തിൽ അരക്കുപ്പി പാലൊഴിച്ചു, അത് ഒരു കുപ്പിയാക്കി. എഫക്റ്റ് എന്തുവാ? രണ്ടിനും ഒന്ന് തന്നെ. അപ്പം ചില ആളുകൾ പെട്ടെന്ന് അങ്ങ് പറയും പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നത് നല്ലതെന്ന് പറയും. അല്ല, രണ്ടിനും എഫക്റ്റ് ഒന്ന് തന്നെയാണ്. ഇവിടെ പറയാം, ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരെ പോലെ അല്ല. ഞങ്ങളാകപ്പാടെ ആവശ്യമില്ലാത്തൊന്നും പറയത്തില്ല. ഇപ്പൊ കഥയൊക്കെ പറഞ്ഞായിരുന്നേ നിങ്ങളെല്ലാവരും നല്ല ഗുമാന്ന് ചിരിച്ചിരുന്നേനെ. എനിക്ക് പക്ഷേ കഥ അറിയത്തില്ല, അതുകൊണ്ടാണ്. 1. 2, ഇതിനകത്തിൽ വചനം പ്രസംഗിക്കുമ്പോൾ എന്താ പറയരുത്? കൂട്ടിച്ചേർക്കരുത്. കൂട്ടിച്ചേർക്കുന്നവരെ പോലെ അല്ല. ഞങ്ങൾ എങ്ങനെ അല്ലെന്ന് ആദ്യം പറയാം. 2, ഞാൻ നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ കസർത്ത് കാണിക്കുമല്ല. ഒരു പാസ്റ്റർ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ജനങ്ങൾക്കും ദൈവത്തിനും നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിഭജിച്ചു തരികയാ. ഞാൻ ഈ സംസാരിച്ച വചനം എനിക്ക് കാശുണ്ടാക്കാനല്ല, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്.
ന്യൂ ലൈഫ് ഫെലോഷിപ്പിനോടുള്ള ദൂതാണ് ഞാനിവിടെ പറഞ്ഞത്. ഞങ്ങള് ദൈവത്തിൽ പറയുകയാ, ഞങ്ങൾ കൂട്ടിച്ചേർക്കത്തില്ല, ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടത്തില്ല, ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ നോക്കത്തില്ല, ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരുടെയെങ്കിലും പോക്കറ്റിലും പേഴ്സിലും ഇരിക്കുന്ന പൈസ അടിക്കാൻ ഞങ്ങൾ നോക്കത്തില്ല. ആഹാ, മനസ്സിലായോ? നിങ്ങൾ ചെയ്യത്തില്ല, ഞാൻ ചെയ്യത്തില്ല. സെൽഫ് അറ്റസ്റ്റേഷൻ ഞാൻ ചെയ്തിട്ടില്ല. 50 വർഷമായി പ്രസംഗിക്കുന്നു, ഇന്നുവരെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ക്രിസ്ത്യാനികൾ സെൽഫ് അറ്റസ്റ്റേഷൻ വേണം. ഓക്കെ, അടുത്ത വാക്യം എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? 1 തെസ്സലോനിക്കർ 2:5-10 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 2:5-10. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ഇനി ഞങ്ങള് കാര്യസാധ്യത്തിന് വേണ്ടി അച്ചായനല്ലാതെ ഒരു അച്ചായൻ ഈ തിരുവനന്തപുരത്തില്ലെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാ, ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ പിന്നെ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപയോഗമോ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്കുകളോ ഉപയോഗിച്ചിട്ടില്ല. അത് ദൈവം സാക്ഷി. അമേനില്ലല്ലോ, ആരും പറയരുത്. ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. സെൽഫ് അറ്റസ്റ്റേഷൻ. ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സ്കൂട്ടർ വാങ്ങിക്കാൻ ഒരാൾ 5000 രൂപ കൊണ്ടു തന്നു. 5000 രൂപ. അന്ന് 30,000 രൂപ മതി ഒരു ആക്റ്റീവ വാങ്ങിക്കാൻ 30,000 രൂപ മതി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഈ കാശ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ആ കാശ് എങ്ങനെ അദ്ദേഹം ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ എനിക്ക് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പണം വേണ്ടാത്തവർ. അപ്പോൾ പല അഭിപ്രായങ്ങൾ വന്നു. വേണ്ട 5000 രൂപ വേണ്ടെന്ന് വെച്ചു. സ്കൂട്ടർ വേണ്ടാഞ്ഞിട്ടല്ല, എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല. അടുത്തത് ഞങ്ങൾ 5-ാമത്തെ വാക്യം, അടുത്തത് വാക്യം എന്തുവാ വായിക്കുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായി. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ. തിരുവനന്തപുരത്ത് നിന്ന് പോയി ചിക്കാഗോയിൽ പോയിട്ടല്ല. ചില ആളുകൾ കോട്ടയത്തു നിന്ന് അങ്ങ് ന്യൂയോർക്കിൽ വരുമ്പോൾ പറയും, ഞാൻ അങ്ങ് കഞ്ഞിക്കുഴിയിലായിരുന്നപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ടപ്പോൾ മറിഞ്ഞ് താഴെ വീണ്, എടാ നീ ഇപ്പം വന്ന് മറിച്ച് താഴെയിട്. ഇനി ന്യൂയോർക്കിൽ നിന്ന് ചാടി തിരുവല്ലായി വരും. തിരുവല്ലായി വന്ന ഉടനെ സ്റ്റേജിൽ കയറി പാസ്റ്റർ സമയം കൊടുത്തു. അതെന്നാണ് പറയുന്നത്, ഞാൻ ന്യൂയോർക്ക് പട്ടണത്തിലായിരുന്നപ്പോൾ ഒരു സഹോദരി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന കണ്ടു. ഞാൻ തലയെ കൈവച്ചപ്പോൾ അവളുടെ സകല പ്രശ്നങ്ങളും മാറി. എന്തോ പ്രശ്നമാണ് മാറി? ഇങ്ങനെയുള്ള തട്ടീരൊന്നുമല്ല സുവിശേഷം. ഞങ്ങൾ കൗശലവാക്ക് ഉപയോഗിക്കത്തില്ല. പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. അടുത്തെന്താ പറയുന്നത്? ഞങ്ങള് എത്ര പവിത്രമായും എത്ര നീതിയായും അനന്യമായും നടന്നു. ഞങ്ങൾ എത്ര പവിത്രമായി. ഇംഗ്ലീഷ് പോയി ഒന്ന് വായിച്ചോ, നിങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ. എത്ര പവിത്രമായി നടന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും. നിക്കണേ ഓടല്ലേ. നിങ്ങളും ആരെ? ഞാനൊരു സഭയുടെ പാസ്റ്ററായിരുന്ന ആളാ. പല സഭകളുടെയും പാസ്റ്ററായിരുന്നിട്ടുണ്ട്. പല സുവിശേഷ പ്രവർത്തനങ്ങളുമായിരുന്നിട്ടുണ്ട്. ഒടുവിലായിട്ട് ഞാൻ ഇവരുടെ പാസ്റ്ററായിരുന്നത് വിനു കവിത. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയും, നിങ്ങളുടെ ഇടയിൽ ഞാൻ എത്ര പവിത്രമായും അനന്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും സാക്ഷി. ന്യൂ ലൈഫ് ഫെലോഷിപ്പിനേക്കാൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ധൈര്യമായിട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽക്കാരോട് പ്രസംഗിക്കാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. കാരണം അങ്ങനെ ഒരു ജീവിതശൈലിയാണ് ഞാൻ നയിച്ചത്. എന്നെ ഞാൻ പുകഴ്ത്തി പറയുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. ധരിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും അനന്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങൾ സാക്ഷികളാണ്. എൻ്റെ ദൈവം അതിന് സാക്ഷിയാണ്. സുവിശേഷത്തിൻ്റെ ശക്തി ചോർത്തിക്കളയുന്നത് ആത്മാവുണ്ടെന്ന് പറയുന്നവരുടെ ജീവിത ശൈലിയാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ആത്മാവിൽ ജീവിക്കേണ്ടവർ ആത്മാവിന്റെ രീതിയിൽ ജീവിക്കണം. ആത്മാവിൽ നടക്കണം, ആത്മാവിൽ ചരിക്കണം, ആത്മാവിൽ സംസാരിക്കണം.
എത്ര പവിത്രമായി നടന്നു എന്നുള്ളത് നിങ്ങൾ സാക്ഷി. അടുത്തത് പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളായിരുന്നില്ലേ, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമത്രേ ആയിരുന്നു. അത് പറയണമെങ്കിൽ എപ്പോഴാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പൗലോസ് പഠിക്കുന്നവരെല്ലാം ആത്മാവിൻ്റെ വശീകരണ വാക്കുകൾ പറയുന്നവരാണ്. ഒരുത്തരം MA കഴിഞ്ഞ് വന്നു, അല്ല BA കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ PhD കഴിഞ്ഞ് വന്നു, അതെല്ലാം ആത്മാവിൻ്റെ വശീകരണ വാക്കുകളുടെ വശീകരണമാണ്. പൗലോസ് പറയുന്നത് അതല്ല. പൗലോസ് പറയുന്നത് യവനായ അന്നത്തെ കാലത്തെ ററ്ററിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ററ്ററിക് എന്ന് പറഞ്ഞാൽ വാഗ്ദോച്ചാടനം, വാചകമടിയിലൂടെ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതി. അതിന് ഏറ്റവും കൂടുതൽ പൈസ ആ കാലങ്ങളിൽ കിട്ടുമായിരുന്നു. ഇത് പ്രയോഗിച്ച് ഏതൻസിലെ അപ്പോസ്തലപ്രവൃത്തി 17 ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മെത്തേഡാണ് പൗലോസ് അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത്. അജ്ഞാത ദേവൻ എന്ന് പറയുന്ന ഒരു കല്ല് കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് അതിൽ പിടിച്ചുകൊണ്ട്, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്, അത് അജ്ഞാത ദേവൻ കൈപ്പണിയായതിൽ വാസം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്, സർവശക്തനായ ദൈവം എന്ന് പറയുന്നത് കൈപ്പണിയായ വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാ ഓളജിയും, ക്രിസ്റ്റോളജി, ന്യൂമാറ്റോളജി, എക്ലീഷ്യോളജി, സൊറ്റേറിയോളജി, എസ്കറ്റോളജി, 7 വേദശാസ്ത്രത്തിൻ്റെ ശാഖകളും പിടിച്ചുകൊണ്ട് പൗലോസ് പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ 5-6 പേര് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. പൗലോസിന് മനസ്സിലായി ഈ വാചകമടി കൊണ്ട് കാര്യം നടക്കത്തില്ല, ഈ യവനായ രീതി കൊണ്ട്, മെത്തഡോളജി കൊണ്ട് കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞ പൗലോസ് പിന്നെ പറയുക, ഇനിയും ഞാൻ സംസാരിക്കാത്ത പോകുന്ന വചനം ആത്മാവിൻ്റെ ററ്ററിക് മെത്തേഡല്ല, അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായി നിങ്ങളുടെ ഇടയിൽ പറയാൻ പോകുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ വചനം വേണ്ടതുപോലെ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ജ്ഞാനമല്ല കാര്യം, ജ്ഞാനത്തിനപ്പുറത്ത് കുടുംബ മഹിമയല്ല കാര്യം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കണം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിച്ചാൽ അന്ധകാര ശക്തി നിനക്ക് കീഴ്പ്പെടും. പരിമിതികളെ നിനക്ക് മറികടക്കാൻ കഴിയും. നിനക്ക് കടക്കാൻ കഴിയാത്ത പരിമിതി മേഖലകളെ, നിന്റെ സാഹചര്യങ്ങളെ അടിച്ച് ഇല്ലാതെയാക്കി കളയുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. നീ വരച്ചിട്ടുള്ള വരയ്ക്ക് അപ്പുറത്തേക്ക് വിശ്വാസത്താൽ പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കഴിയും. മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നലെയും ഇന്നും വചനം സംസാരിക്കുവാൻ അവസരം ഒരുക്കിയതായിട്ടുള്ള സഭയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.